കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലെ എബ്രായ നാമങ്ങൾ, ദൈവത്തിൻ്റെ എബ്രായ നാമങ്ങൾ 4 നമ്മുടെ വേദപുസ്തകത്തിന് എഴുതിയിട്ടുണ്ട്. ഒരുപാടുണ്ട്, ഏകദേശം 17ഓളം നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എബ്രായ പേരിൽ, എബ്രായ വാക്കിൽ പറഞ്ഞിരിക്കുന്ന 4 പേരുകൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലുണ്ട്. അതിൽ 2 നമ്മൾ ചിന്തിപ്പാനിടയായി. ഒന്ന് യഹോവ ഈരേ, ഈരേ, അത് എബ്രായ വാക്കാ. 2 യഹോവ നിസ്സി, ആ നിസ്സി എന്നുള്ളതും അത് എബ്രായ വാക്കാണ്. 3 യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അവസാനത്തെ അധ്യായം, അതായത് 48-ാമത്തെ അധ്യായം, അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹസ്കേൽ 48-ന്റെ അവസാനത്തെ വാക്യം. അതിന്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ്മ. അന്ന് മുതൽ നഗരത്തിന് യഹോവ ഷമ്മ. ആ ഷമ്മ എന്നുള്ളത് ഹീബ്രു വേർഡാണ്, എബ്രായ വാക്കാണ് ഷമ്മ എന്നുള്ളത്. യഹോവ ഷമ്മ, അതിന്റെ അർത്ഥം തന്നെ അവിടെ പറയുന്നുണ്ട്. യഹോവ ഈസ് ദേർ, ദൈവം അവിടെ ഉണ്ട് എന്ന്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത്? ജനിക്കുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറയുക, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ദൈവം എവിടെ ഉണ്ട്? നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നാം ഇന്നും ആരോഗ്യത്തോടെ, ആയുസ്സോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഈ ആലയത്തിൽ കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയത്. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തിയത് കൊണ്ടല്ലേ? നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? വൈദ്യശാസ്ത്രത്തിന്റെ മിടുക്ക് കൊണ്ടാണോ? മരുന്നിന്റെ മിടുക്ക് കൊണ്ടാണോ? ഒരിക്കലും ഒരിക്കലും അല്ല. നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ പണത്തിന്റെ ബാഹുല്യമോ അല്ല നാം ഇന്നും ഇവിടെ നിൽക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തിയോരല്ലേ പറയാം. സ്തോത്രം. നമ്മുടെ കർത്താവ് കയറി ചെന്ന ദൈവം അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞ ഒരു സംഭവം, ഒത്തിരിയുണ്ട്, ഒരു സംഭവം മാത്രം ഒന്ന് തൊട്ടൊന്ന് വിടാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 2 ഫസ്റ്റ് വേഴ്സ് 1-ാം വാക്യം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഭൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും, ഉടനെ യേശു ആ വീട്ടിലുണ്ട് എന്ന് ശ്രുതി പരന്നപ്പോൾ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം
പലരും വന്നുകൂടി. സ്തോത്രം. യേശു ഉണ്ടോ നമ്മുടെ കൂടെ? യേശു ഉണ്ടോ നമ്മുടെ കൂടെ? നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടോ? പലരും വന്നുകൂടാനിടയാകും. പലരും വന്നുകൂടി. സ്തോത്രം. അപ്പൊ ആ കഫർന്നഹൂം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ആ പേരിന്റെ അർത്ഥം ആശ്വാസ ഗ്രാമം എന്ന. കഫർന്നഹൂം, ആശ്വാസ ഗ്രാമം. സ്തോത്രം. അപ്പൊ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ യേശു കയറി ചെന്നു. യേശു ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ പലരും അവിടെ എന്ത് ചെയ്തു? വന്നുകൂടി. പലരും വന്നുകൂടി. എന്നിട്ട് വായിക്കുന്നു അടുത്തത്. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. സ്തോത്രം. വന്നുകൂടിയവരോട് എന്തോ പറഞ്ഞത്? വന്നുകൂടിയവർ ആദ്യമേ അങ്ങ് സൗഖ്യമാണോ? ആദ്യമേ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറും, നിന്റെ പട്ടിണി മാറും, നിന്റെ രോഗം സൗഖ്യമാകും. ഇതൊന്നുമല്ല യേശു തമ്പുരാൻ പറഞ്ഞത്. വന്നു കൂടിയവരോട് എന്തോ പറഞ്ഞതാ? വചനം, തിരുവചനം അവൻ പ്രസ്താവിച്ചു. കാരണമുണ്ട്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് അത്ഭുതങ്ങളല്ല. അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ വചനത്തെ എന്ത് ചെയ്തതാ? ഉറപ്പിച്ചു പോന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാ. സ്തോത്രം. അവൻ വചനം പ്രസ്താവിച്ചു. എന്താ കാര്യം? വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ 107 സങ്കീർത്തനം അതിന്റെ 19 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ എന്ത് ചെയ്തെന്നാ? സൗഖ്യമാക്കി. അല്ലേ? അങ്ങനെയല്ലേ 20 വാക്യം ഒന്ന് വായിച്ചേ. 20 വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പൊ ഈ വചനത്തിന് എന്തോ ഉണ്ട്? ശക്തിയുണ്ട്. സൗഖ്യമാക്കാനുള്ള ശക്തി ഈ വചനത്തിനുണ്ട്. സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കും. എത്ര കിലോമീറ്ററുകൾ, എത്ര മൈലുകൾ അക്കലെയുള്ള വിഷയമായാലും അവൻ തൻ്റെ വചനം അയച്ച് ആ ക്രിയ വെളിപ്പെടുത്തും. ഞാൻ മടങ്ങി വരട്ടെ. ഈ കഫർന്നഹൂമിലെ പരീശന്റെ ഭവനത്തിൽ യേശു ഉണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ശ്രുതിയായി പലരും വന്നുകൂടി. അവരോട് യേശു എന്ത് ചെയ്തു? ദൈവവചനം പ്രസ്താവിച്ചു. അടുത്ത വാക്യം. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു. ഈ വീട് നിറച്ചും പുരുഷാരം. കാര്യമല്ല, യേശു അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല. ആ വീട്ടിൽ ജനം വന്ന് കൂടാൻ കാര്യം എന്തുവാ? മീറ്റിംഗ് കഴിയുമ്പോൾ ഓരോ പപ്സ് കഴിക്കാൻ കിട്ടും, അതിനാണോ? സ്വോത്രം പോയാൽ പപ്സൊക്കെ കൊടുത്തോ? അതൊക്കെ കൊടുക്കാതിരിക്കരുത്. അതിനല്ല ജനം വന്നു കൂടിയത്. എന്തിനാ വന്നു കൂടിയത്? യേശു ആ ഭവനത്തിൽ ഉണ്ടെന്ന്. പ്രിയ ദൈവമൈതലേ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ യാത്രകളിൽ, നമ്മുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മറ്റുള്ളവർ കേൾക്കട്ടെ. സ്വതന്ത്രം. 4 ആൾ ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ കിടക്കയോട് എടുത്ത് വീടിന്റെ മേൽപ്പൂര പൊളിച്ച് യേശുവിൻ്റെ മുൻപാകെ ഇറക്കി വെച്ചു. കാര്യം മറ്റൊന്നുമല്ല, പുരുഷാര നിമിത്തം യേശുവിൻ്റെ അടുക്കൽ അകത്തേക്ക് വരാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇറക്കി വെച്ചു. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത്? കർത്താവ് അവരുടെ വിശ്വാസത്തെ കണ്ടിട്ട് ഇവനോട് എന്താ പറഞ്ഞത്?
നിന്റെ രോഗം സൗഖ്യമാകുന്നാണോ? അല്ല. എന്തോ പറഞ്ഞേ? നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. സ്തോത്രം. ജീവിതത്തിൽ രോഗസൗഖ്യം ലഭിക്കുന്നതല്ല വലിയ കാര്യം. ദൈവം തമ്പുരാൻ അത് ചെയ്തോളും. ഡെഫിനറ്റ്ലി ഹി വിൽ ഡു ഇറ്റ്. ദൈവം തമ്പുരാൻ അത് ചെയ്തോളും. ഏതു രോഗത്തെയും സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഈ കഴിഞ്ഞ ആഴ്ച കിംസിൽ ആ 3rd ബ്ലോക്കിൽ ഞാൻ പോയി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഡയാലിസിസിന് വിധേയപ്പെട്ട് നിൽക്കുക. ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുക, ബെലറൂമിൻ കൗണ്ട് കൂടിയിരിക്കുക. ലിവർ പ്രോബ്ലമാ. വയറ്റിൽ നിന്ന് ലിക്വിഡ് കുത്തിയെടുക്കുക. കഴിഞ്ഞ ഈ ആഴ്ച, അതായത് ഈ വെള്ളിയാഴ്ച അവിടെ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊന്നറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. സ്തോത്രം. ഇന്നലെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് രാവിലെ വീട്ടിൽ കൊണ്ടുവന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാ. നമ്മെ അലട്ടുന്ന വിഷയം എന്ത് തന്നെയാകട്ടെ, നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിലെ വിഷയമായാലും, നിന്റെ ബിസിനസിന്റെ വിഷയമായാലും, നിന്റെ ശാരീരികമായ വിഷയമായാലും, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസ വിഷയമായാലും, അതിന് മേലൊക്കെ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. കർത്താവ് ഇവന്റെ പാപത്തെ എന്ത് ചെയ്തു? ക്ഷമിച്ച് മോഹിപ്പിച്ചു. വളരെ അവിടെ കുശുശുപ്പൊക്കെ ഉണ്ടായി. ഇവിടെ പാപം മോഹിച്ചു കൊടുക്കാൻ ഇവനാരാ? ഇവന് വേണ്ടിയത് രോഗസൗഖ്യമല്ലേ? തളർവാദം പിടിച്ചു കിടന്നവൻ, അവന് പാപമോചനമാണോ വേണ്ടിയത്? നമ്മൾ 103-ാം സങ്കീർത്തനമേ, അതിന് 3-ാം വാക്യം വായിക്കുന്നതാ. 103-3 അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. അടുത്തത് സകല രോഗത്തെയും. അപ്പൊ ആദ്യം എന്തോ വേണ്ടി? അകൃത്യമോചനം, അതായത് പാപമോചനം. അത് കഴിഞ്ഞാണ് ശാരീരിക സൗഖ്യം കർത്താവ് കൊടുത്തത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ പാപമോചനം പ്രാപിച്ചവരാ. ഇനി നമുക്ക് വേണ്ടിയത് ശാരീരിക വിടുതലുകളാ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മെ അലട്ടുന്ന രോഗം ഏതു തന്നെ ആയാലും അതിന്റെ മേൽ വിടുതൽ തരുന്ന യേശു നമ്മുടെ അരികെ വന്നിട്ടുണ്ട്. അവൻ വിടുതൽ തരുന്ന ദൈവമാകട്ടോ. അവൻ വിടുതൽ തരുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം നിന്റെ സമീപേ യാമിൻ സൗഖ്യമാക്കുന്ന യേശു വന്നിട്ടുണ്ട്. യഹോവ ശമ്മ. ഈ യഹോവ ശമ്മ എന്ന ഇസ്രായേലിന് പേര് വരാൻ, ഇസ്രായേലിന് ഇട്ട പേരാ. ആ പേര് വരാൻ കാരണം എന്താണ്? യഹോവ അവിടെ എന്നുള്ള പേര് വരാൻ കാരണം, നമ്മൾ ഈ യഹോവ ശമ്മ എന്ന് പേരിടുമ്പോൾ, യഹോവ ശമ്മ എന്ന് വിളിക്കുമ്പോൾ, യഹോവ അവിടെ, യഹോവ ഈസ് ദേർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിലേക്കൊന്ന് വരാം. ആ പശ്ചാത്തലം ഇത് സംഭവിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്.
അതായത് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നതാ അത് അവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ 47-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ, ആലയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. പ്രവേശനത്തിങ്കൽ എന്തോ ഒരു കാഴ്ച അവനെ കാണിപ്പിക്കുക. വായിച്ചേ. മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ഒരു ചെറിയ ഉറവ. ആലയമാണ്. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം, ഒരു ചെറിയ ഉറവ, അതിങ്ങനെ കിഴക്കോട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടു. മനുഷ്യപുത്രൻ പ്രവാചകൻ അത് കാണുകയാണ്. ശ്രദ്ധിക്കണം. 1000 ആണ്ട് വാഴ്ചയിലെ ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് കീഴേ നിന്ന് ഒരു ചെറിയ ഉറവ. സ്തോത്രം. ആ ഉറവ പുറപ്പെടുന്നത് ഇവൻ കണ്ടു. എന്നിട്ട് അതിന് സംഭവിച്ചല്ലതാ. അടുത്ത വാക്യം. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടു ചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. അടുത്തത്. വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. 1000 മുഴം ആ ദൂതൻ അളന്നു. സംഭവം. അടുത്തത്. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ശ്രദ്ധിക്കണം. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ ഉറവ, അതിങ്ങനെ കിഴക്കോട്ടൊഴുകുകയാ. എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദൂതൻ 1000 മുഴം അളന്നു. എന്നെ ആ വെള്ളത്തിലേക്ക് ഇറക്കിയത്. എത്തറ്റമായി. വായിച്ചെടുത്തത്. വെള്ളം നരിയാണിയോളമായി. 1000 മുഴം അളന്നപ്പോ എത്തറ്റമുണ്ട് വെള്ളം. നരിയാണിയോളം എന്ന് പറഞ്ഞാൽ കാലിന്റെ ഈ വെള്ളയുടെ ഈ ഭാഗം. നരിയാണിയോളം അത്രേ ആയുള്ളൂ വെള്ളം. എന്നിട്ട് അടുത്തത്. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അടുത്തത്. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. വെള്ളം എത്തറ്റമായി, മുട്ടോളമായി. ശ്രദ്ധിക്കണം. ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് കീഴേ നിന്ന് പുറപ്പെട്ടത് ഒരു ചെറിയ ഉറവ. അത് കിഴക്കോട്ടൊഴുകി ഒഴുകി ഒഴുകി അത് നരിയാണിയോളമായി. അത് പിന്നത്തേതിൽ മുട്ടോളമായി. അടുത്തത്. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. വെള്ളം എത്തറ്റമെത്തി. അരയോളം എത്തി. വായിക്കാം. അടുത്തത്. അവൻ പിന്നെയും 1000 പിന്നെ നിന്നില്ല അവിടെങ്ങും. പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി മാറ്റപ്പെട്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ദൈവത്തിന്റെ ആലയമായ ഈ ശരീരത്തിൽ കൂടി അതിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ കൂടി ഒഴുകുന്ന ചെറിയ ഉറവ അത് ഒഴുകി 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 ഒരു വലിയ നദിയായി മാറ്റപ്പെടുമെങ്കിൽ ദൈവമക്കളെ, നമ്മിൽ കൂടി ഒഴുകുന്ന ആത്മനദി ഒരു വലിയ നദിയായി രൂപപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മിൽ എത്ര പേർ അതിനായി ഏൽപ്പിച്ചു കൊടുക്കും? കൈകളെ തട്ടി ആത്മനദിയുടെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ശ്രദ്ധിക്കൂ.
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയിലേക്കായി. അവിടെ സംഭവിച്ചെന്ന് കേൾക്കണോ? ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ച്. ആ പാരഗ്രാഫിന് ഒടുവിൽ അതിന്റെ ഇരുകരകളിലും വൃക്ഷഫലങ്ങളുണ്ട്. എന്നിട്ട് വായിക്കുന്നു, അതിന്റെ ഇല. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. എന്തോ അവിടെ ഇല എന്തോന്നിന് പോകുന്നു? എന്തോന്നിന് ഉതകുമെന്ന? രോഗശാന്തി കിട്ടുമെന്ന്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. എവിടെയാണ് യഹോവ ശമ്മ എന്ന് വിളിച്ചു പറഞ്ഞത്? ഈ നദി ഒഴുകുന്ന ആ സ്ഥലത്ത്. അവിടെ രോഗശാന്തി ഉണ്ടെന്ന്. ഒരു നിമിഷം വേദവസം അടച്ചു വെക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. ഇന്ന് പകൽ ഞാനൊരു കാഴ്ച കാണുകയാണ്. ഇതിൻ്റെ നടുവിൽ രോഗശാന്തി ദൈവം ചിലർക്ക് പകരാൻ പോവുകയാണ്. കണ്ണുകളടച്ച് ശാന്തമായി ഒരു നിമിഷം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, യഹോവ ശമ്മ എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവം നിന്നോട് കൂടെ, ദൈവമിതാ അവിടെ ഉണ്ട്, നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഇന്ന് പകൽ ദൈവ പൈതലേ, നിന്നെ അലട്ടുന്ന രോഗത്തിന്റെ മേൽ എൻ്റെ യേശു സൗഖ്യം തരാൻ പോകുകയാ. എൻ്റെ യേശുവിന്റെ സാന്നിധ്യം നിനക്ക് രോഗശാന്തി നൽകുവാൻ പോകുകയാ. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗസൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതാവിടെ ദൈവശക്തി, അതാവിടെ ദൈവശക്തി. ആമിനിതാ ദൈവശക്തി, ദൈവ സാന്നിധ്യം. യഹോവ ശമ്മ, യഹോവ ശമ്മ. പ്രാപിക്കാം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ രാമ ശക്തനായ ഏൽപ്പിക്കൊടുക്ക ഉടവരവ ശക്തനാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി, ദൈവശക്തി, ദൈവ വിടുതൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ 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 വിടുതൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ വിടുതൽ, വിടുതൽ. ഓ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. യഹോവ ശമ്മ, യഹോവ ശമ്മ. ദൈവത്തിനോട് കൂടെ. Yes, yes, yes. Oh, we bless you. Amen. Yes, yes, yes. Udavarav Sandara. Amen, amen. Atta Raja Vaida Rama. Yes, 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 yes. Deva Shakti, Deva Shakti, Deva Shakti. So reach out. Yes, yes, yes. Oh, Rikava, Uda Rama, Shantarada. Amen. Deva Shakti. Deva Shakti, Deva Shakti. Power. Oh, Rama Shantar. Yes, yes.
ദൈവശക്തി, ദൈവശക്തി. യെസ്, 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 ദൈവശക്തി. ദൈവശക്തി വ്യാപരിക്കുക, ദൈവശക്തി. ഓ റിപ്പവസത്തനായ ദൈവശക്തി. The power, power, power. Yes, yes, yes. Power. Oh, Rabba Satyanada. Amen, 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 amen. Jehovah Shammah, Jehovah Shammah, Jehovah Shammah. ദൈവം അവിടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഷമ്മ. എവിടെയാണ് ദൈവ സാന്നിധ്യമുള്ളത്? ഈ ആത്മനദി ഒഴുകുന്നിടത്ത്. ഈ ആത്മാവിന്റെ നദി നമ്മിൽ കൂടി ഒഴുകിയാൽ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, രോഗശാന്തി നടക്കും. ഇന്ന് പകൽ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദൈവം നിന്റെ ശരീരത്തിൽ സൗഖ്യം പകർന്നിരിക്കുക. നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന രോഗത്തിന്റെ മേൽ നമ്മുടെ കർത്താവ് വിടുതൽ തന്നതോർത്ത് കരമുയർത്തി ഒരല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കണ്ണുകളടയ്ക്കും, പ്രാർത്ഥിക്കും. ഇന്ന് ആരാധനയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ ഒരുക്കിയിരിക്കുന്ന ആ സ്നാക്സിനെ അനുഗ്രഹിച്ച് അത് കൊണ്ടുവന്ന ആ കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ അനിൽകുമാറിനെ, കുടുംബത്തെ, പ്രത്യേകിച്ച് ദീപാമോൾ കുടുംബത്തെ അനുഗ്രഹിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, അവിടുത്തെ നാമം ചൊല്ലി ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ സ്നാക്സ് ഞങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ഗോഡ് ബ്ലസ് യു.